രണ്ടെണ്ണം തന്നു ആള്. 10 രൂപയ്ക്ക് രണ്ടെണ്ണം തന്നു. ഹലോ ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ പല പല ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് റോട്ടിൽ തന്നെ പല പല അനുഭൂതികളുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയത് നോക്കല്ലേ. അപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. എന്തോ മണൽ കൂട്ടിയിട്ട പോലെയുണ്ട്. എന്താണെന്നുള്ളത് നോക്കട്ടെ. എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ സംഭവം റോട്ടിൽ കൂടെ വരുമ്പോൾ കണ്ടതാണ്. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഈ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്താ സംഭവം എന്ന് നോക്കട്ടെ കേട്ടോ. ഏക്കായേ എന്നത് റേസ്. ഇത് നമ്മുടെ നെല്ലാണല്ലേ. പതിര് കളയണതാണ്. ഇത് മുഴുവൻ നെല്ല്. നെല്ല് ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ ഇത് മറ്റെന്താ പറയുക, ചാക്കിക്കട കെട്ടിയിട്ട് വെക്കണതാണ്. ഇതൊരു വലിയ ഫാക്ടറി പോലത്തെ സംഭവം. ഇവിടുത്തെ നെല്ലുകൾ മുഴുവൻ കളക്ട് ചെയ്യണ ഒരു സ്ഥലമാണെന്ന് തോന്നണത്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ മല പോലെ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴേ കണ്ടപ്പോൾ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ ലേലു അറിയില്ല. കേരള. അശ്രീനു യൂര് കല്ലൂർ. ഇത് ആന്ധ്ര. എന്ന ഭാഷ തെലുങ്കു ಗೊತ್ತಿಲ್ಲ. ಕನ್ನಡ ಇಲ್ಲ. ഓ, പേര് നെയിം നല്ലമ്മ. ആൾക്കറിയട്ട കാര്യങ്ങള്. ആള് പറഞ്ഞു തരുന്നു നല്ലമ്മ എന്ന്. റുപ്പീസ് എത്ര കിട്ടും? 2 രൂപ. 50 രൂപ കിട്ടും. അപ്പോൾ അല്ലേ, 2 എണ്ണം നിറച്ച് കഴിഞ്ഞാൽ അത് നാണയാണ്. ഇത്രയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ. വെറുതെ പറയണത് കേട്ടോ അമ്മച്ചി. എന്തെങ്കിലും ആവട്ടെ, ഇവർക്ക് ഇതാണ് വർക്ക്. അപ്പോൾ ഇവിടെ ഇത് നെല്ലിൻ്റെ ഫാക്ടറി എല്ലാം ക്ലീൻ ആക്കിയിട്ട് പതിരിങ്ങനെ പുറത്തേക്ക് ഒരു കാറ്റ് വേണ്ട രീതിയിൽ വീശയല്ലേ. ഈ ഭാഗം കാണില്ല, അത്രയധികം പതിര് കിടക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് നോക്കട്ടെ കേട്ടോ, ഒന്ന് നോക്കി നോക്കട്ടെ. ഇത് നെല്ലിൻ്റെ പതിര് വേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേ പച്ചരിയില്ലേ, അല്ലെങ്കിൽ വല്ല ബിരിയാണി അരിയോ അങ്ങനത്തെ വല്ല സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഈ സാധനം കാറ്റ് വന്നാൽ എന്തായാലും പണി കിട്ടും. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം, ചോദിച്ചിട്ട് വീഡിയോ എടുക്കാം. പ്രശ്നമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു റൂട്ടിലെ ഏതോ ഒരു അരിയൊക്കെ പാക്ക് ചെയ്യുന്ന സ്ഥലം. അതായത് നമ്മളുടെ അരി അല്ലാന്ന് മാത്രം നീളം കൂടിയ അരി, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആൾ പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതിൻ്റെ പൊടി റോട്ടിലേക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൊടി റോട്ടിലേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ കേസാവും അല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സ്ഥലമോ അല്ലെങ്കിൽ ഇതേതാണോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കിടക്കണം കണ്ടപ്പോൾ ഞാൻ ആദ്യം മണലാന്ന് വിചാരിച്ചു. പിന്നെയാണ് അരിയുടെ പരിപാടിയെന്ന് നോക്കിയത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആളങ്ങനെ പറഞ്ഞത്. അപ്പോൾ സ്ഥലം ഏതാണെന്നൊന്നും ആരോടും പറയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. ഞാനേ വഴിയിൽ പേരക്കയുടെ ഭംഗി കണ്ടിട്ട് നിർത്തിയതാ. അപ്പോൾ വണ്ടി അവിടെ ഇട്ടു. പേരക്ക ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പേരക്ക നോക്കി 100 രൂപയാണ് പറയുന്നത്. 10 എണ്ണത്തിന് 100 രൂപ. പക്ഷെ ക്ലാസ് സാധനം എന്ന് പറഞ്ഞാലേ ക്ലാസ് സാധനമാണ്. ഒരെണ്ണം നമ്മൾ ഇതിൽ നിന്ന് കഴിക്കാണ്ട് എങ്ങനെ പോയത് കണ്ടിട്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ എന്തായാലും മേടിച്ച് കഴിക്കാൻ വെച്ചു. ഒരെണ്ണത്തിന് 10 രൂപ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, നന്നാവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. 2 എണ്ണം തന്നു ആള്. 10 രൂപയ്ക്ക് 2 എണ്ണം തന്നു. അതുമാരെ നാം ക്യാ ഹൈ? ഭദ്ര. താങ്ക് യു ഭദ്ര. കണ്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ 2 എണ്ണം തന്നു. എല്ലാവരും ഇങ്ങനെയാണ്. ചാനലിൻ്റെ വല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ചാനലിൽ ഇടുമെന്ന് ചോദിച്ചാൽ അപ്പം 2 എണ്ണം തരും. എന്താണെന്നറിയില്ല. അപ്പോൾ അത് കഴിക്കട്ടെ കേട്ടോ. കേട്ടോ, അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ഇത് മേടിക്കാണ്ട് പോയെങ്കിലേ പിന്നെ വിഷമിക്കേണ്ട വന്നേനെ. അപ്പോൾ വഴിയിൽ കാണുന്ന ഈ സൈസ് സാധനം നോക്കിയേ. ഇങ്ങനത്തെ സാധനം കണ്ടാൽ വുഡ് അടിക്കോ, ധൈര്യമായിട്ട് മേടിച്ചോ. പഴുപ്പിച്ചിട്ടുള്ളതൊന്നല്ല, ഇത് പേരയ്ക്ക പൊട്ടിച്ചിട്ട്, പഴുത്ത പേരയ്ക്ക പൊട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം ടേസ്റ്റും അതേപോലെ തന്നെയാട്ടാ.
അപ്പോൾ രാവിലെ ഞാൻ ഒരു ബിസ്ക്കറ്റ് ബോർബോണും അവസാനിപ്പിച്ചു. ഉച്ചക്കലത്തെ ഫുഡ് ഇത് നമ്മുടെ ഒരു പേരക്കയിലും 2 പേരക്കുണ്ട് അവരെ കഴുകി വെച്ചു ഞാൻ ക്ലിയർ ആയിട്ട്. അപ്പം ഇനി എപ്പോഴെങ്കിലും തോന്നുമ്പോൾ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഫുഡ് പേരക്ക, ഉച്ചക്കലത്തെ ഫുഡാക്കിയിട്ട് ഞാൻ ഇതും അവസാനിപ്പിച്ചു. അപ്പോൾ രാവിലെയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഇനി വൈകുന്നേരം ഫുഡ് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. 4 മണിക്ക് ചായ കുടിക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പോകണം കേട്ടോ, അയവുകൾ തന്നെ. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലേക്ക് ചേട്ടാ പോണത്. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഭാഗമാണിത്. വൈക്കോലൊക്കെ കയറ്റി പോകുന്ന വണ്ടിയിൽ അടിപൊളിയായിട്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. തുടർ വീഡിയോ ഇനി എവിടെയാണ് നല്ല സ്ഥലം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളൊക്കെ ഞാൻ പകർത്തുന്നതായിരിക്കും. ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. ഇത്ര ഏക്കർ സംഭവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നോക്കിയേ, കണ്ടമാനുണ്ട്. എന്താ സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ കോട്ടൺ പഞ്ഞിയാണ്, പഞ്ഞിക്കായ. നമ്മുടെ അവിടെ മറ്റേ എന്താ പറയുക, പഞ്ഞിക്കായ ഉണ്ടാവില്ല, അതേപോലെ ഇവരുടെ അവിടെ പഞ്ഞിക്കായ. അതേ ഈ സാധനമാണ്, കണ്ടോ? അപ്പോൾ ഇത് ഫുൾ അതാണ് കേട്ടോ സംഭവം. കണ്ടോ, നോക്കത്താ ദൂരത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ദേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് കുറേ ഇങ്ങോട്ട് നടന്നു പോകുന്നു. കണ്ടില്ലേ? ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അടിവശമൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കണം. ഈ പാമ്പും ചാമ്പൊന്നും ഉണ്ടാവുമെന്ന് പേടിക്കണ്ട കേട്ടോ. എന്തായാലും പൊളിച്ചു. ഇതൊക്കെ കാണാൻ പറ്റിയത് ഭാഗ്യം. അപ്പോൾ ഹൈവേയുടെ സൈഡിലൊക്കെ നിർത്തി വന്നാൽ ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റൂട്ടോ. അല്ലെങ്കിൽ ഒന്നും അറിയില്ല. ഇവിടെ നിന്ന് പണിക്കാരും അല്ലെങ്കിൽ ആൾക്കാരും ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല എന്ന് പറയില്ലേ. ഹായ് പഞ്ഞി വല്ലതും സംഭവിച്ചാൽ മൂക്കിൽ പഞ്ഞി വയ്ക്കാനുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് പോകാം അല്ലേ? മൂക്കിൽ പഞ്ഞി വയ്ക്കാനുള്ളത് വരെ റെഡിയാണ്. എന്തായാലും സംഭവം പൊളിച്ചു. ഇത്രയധികം കാണാൻ പറ്റിയില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. പഞ്ഞിക്കൃഷിയും കണ്ട് നമ്മൾ പൂളക്കായ, നമ്മുടെ അവിടെ ഉള്ളത് പൂളക്കായ. അപ്പോൾ പൂളക്കായ അല്ലാണ്ട് പഞ്ഞിക്കായ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ നീങ്ങാണ്. അപ്പോൾ നമ്മുടെ പ്രാന്തൻ അവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് നീങ്ങാം. പ്രാന്താ ദേ വരുന്നു. വൈകുന്നേരത്തെ ഒരു വ്യൂ കേട്ടോ. സൂര്യന് ഫുള്ളായിട്ട് കാണാൻ പറ്റിയായിരുന്നു, റെഡ് കളറിൽ. നിങ്ങൾക്ക് കാണാനില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് കാണാനുണ്ട്. ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, വണ്ടി നിർത്തി കുറച്ച് നേരം ഇറങ്ങി നിന്നു. സൂപ്പറായി, അടിപൊളി. റോഡ് കണ്ടില്ലേ? നമ്മുടെ പ്രാന്തം കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്, ഒരേ പാത, വണ്ടികളൊന്നുമില്ല. ഹാപ്പി ആയിട്ട് പൊളിക്കാമെന്ന് പറയില്ലേ? ഇനി ഫുൾ ആക്സിലേറ്റർ അങ്ങോട്ട് കൊടുത്ത് പോയാൽ മതി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. 10-10:30 ഈ സമയം. നമ്മൾ ഉച്ചക്കലത്തെ പേരക്കയിലാണ് പിടിച്ച് നിൽക്കണത്. ഇന്നത്തെ നിപ്പ് ഭക്ഷണം വിശക്കണമൊന്നുമില്ല. എന്നാൽ കൂടി എന്താ ഇപ്പോൾ എഗ് റൈസ് പറഞ്ഞു. എഗ് റൈസ് വന്നു. എഗ് റൈസിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, ഇവിടെ അടയ്ക്കാറായി. അപ്പോൾ അത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു മറ്റേ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കടുമാങ്ങച്ചാറ്. അപ്പോൾ കടുമാങ്ങച്ചാറും കൂട്ടി ഒരു കഴിക്കലങ്ങോട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല, നല്ലതാണ്. ഞാൻ അച്ചാർ എടുക്കട്ടെ. അത് ശരി കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ട് വേണം. റിയലി ഗുഡ്. ഞാൻ എൻ്റെ കരുത്ത് തെളിയിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടീസ്പൂൺ, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ. അപ്പോൾ ഉഷാറായി. നേരത്തെ ഇത്തിരി വീക്കല്ലായിരുന്നു, വർത്താനം പറഞ്ഞപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഹാപ്പിയായി, ഉഷാറായി, പവർ വന്നു. ഇനി ലേശം വെള്ളം കുടിച്ച് കഴുകി സാധനങ്ങൾ സെറ്റ് ചെയ്ത് കിടക്കാനുള്ള സമയം നോക്കട്ടെ. 10:45 കഴിഞ്ഞു സമയം. അപ്പോൾ ഫുഡിങ്ങിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എഡിറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ വണ്ടിയിൽ ചെന്നിട്ട് കിടക്കുമ്പോൾ കാണാം. ഓക്കെ. വെറും 30 രൂപയുടെ ഭക്ഷണം കഴിച്ച് ഹാപ്പിയായി വയറ് നിറഞ്ഞ ഞാൻ ഇനി പ്രാന്തൻ്റെ ഉള്ളിലേക്ക്.
ഹൈവേയിൽ തന്നെയാണ് കേട്ടോ. ഹൈവേലത്തെ കട ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇതേ അവിടെ തൊട്ടപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പ് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. പറ്റുകയാണെങ്കിൽ ഞാൻ അവിടെ കിടക്കും. അപ്പോൾ തീരുമാനിച്ചിട്ടില്ല, നോക്കട്ടെ. നമ്മുടെ വണ്ടിയിലെ എങ്ങനെ കിടക്കണേന്ന് കണ്ടില്ല എന്ന് കുറച്ച് നാളായി പറയുന്നു. അപ്പോൾ അതിനെ തുടർന്ന് വണ്ടിയിൽ എങ്ങനെ കിടക്കണേന്നുള്ളതേ കാണിച്ചു തരാം. അത് കണ്ടില്ല എന്ന് കുറേ ആയി പറയണു. നോക്കിയേ, സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലമുണ്ട് കണ്ടോ. അവിടെ തല വയ്ക്കും, ഇവിടേക്ക് ഇങ്ങനെ കാല് ഇങ്ങോട്ട് വയ്ക്കും. പിന്നെ ഇത് ബാഗും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി ചെയർ, ഈ ഒരു സീറ്റ് മാത്രം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇവിടെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള സ്ഥലമുണ്ട്. പോരെ, ഇനി ഞാൻ വേണമെങ്കിൽ ഒന്ന് കിടന്ന് കാണിച്ചു തരാം. സുഖമായിട്ട് കയറി കിടക്കാം. കണ്ടോ, അടിപൊളിയായിട്ട്. എവിടെയാണ് നമ്മുടെ എമർജൻസി പോയില്ലോ. അയ്യോ, നീണ്ട് നിവർന്ന് അടിപൊളിയായിട്ട് കിടക്കാം. കാലൊക്കെ ദേ ഇരിക്കുന്നുണ്ടല്ലേ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം കിടപ്പിനൊന്നും ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് കിടന്ന് എത്ര സമയം വേണമെങ്കിലും ഉറങ്ങാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്.